ഹെല്ലോടാ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ആൻഡ് ഫൈനലി ദിസ് ഇസ് മൈ ഫസ്റ്റ് യൂട്യൂബ് ലോങ് വീഡിയോ. കുറേ കാലമായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്ന ഒരു സാധനമാണ്, പക്ഷെ ഇപ്പോഴാണ് നടക്കുന്നത്. ഭയങ്കര ബിസി ആയിട്ടൊന്നുമല്ല കേട്ടോ. ഹോസ്റ്റൽ ലൈഫ് ഒക്കെ കഴിഞ്ഞ് വെക്കേഷനൊക്കെ സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്ന് സമാധാനപരമായിട്ട് ഞാൻ ആഘോഷിക്കായിരുന്നു. അപ്പൊ ഫോൺ എടുക്കുന്നതൊക്കെ ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഡാൻസിന്റെ വീഡിയോ ആണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു കാര്യം ഞാൻ അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത്. അപ്പോ ഇനി കുറച്ച് സമയത്തേക്ക് ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും, എപ്പോഴെങ്കിലൊക്കെ വരണുണ്ടാവുള്ളൂ. എനിവേസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് പറയാൻ വേണ്ടി തന്നെയാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അതിലേക്ക് പോവാം. ആദ്യം ഞാൻ എന്നെ എന്നെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഗോപിക. ഞാൻ ഇവിടെ കാലിക്കറ്റ് ആണ് പ്ലേസ് വരുന്നത്. പഠിക്കുന്നത് ഞാൻ തൃശ്ശൂരാണ്. പിന്നെ വയസ്സ് 22 വയസ്സായി. ആദ്യം ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഡിഗ്രി ജോയിൻ ചെയ്തത് സെന്റ് ജോസഫ് കോളേജിൽ. ഇപ്പം BSc കെമിസ്ട്രി ആണ്. സെക്കൻഡ് ഇയർ ആണ്, തേർഡ് ഇയറിലേക്കാണ്. പിന്നെ വീട്ടിൽ അച്ഛൻ, അമ്മ, ബ്രദർ ഉണ്ട്. ബ്രദർ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്നു. പിന്നെ അച്ഛൻ ഹൈലൈറ്റ് വില്ലയില് സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്യാണ്. അമ്മ ഹൗസ് വൈഫ് ആണ്. പിന്നെ അച്ഛമ്മ ഉണ്ട്. അങ്ങനെ ഞങ്ങള് 5 പേരടങ്ങുന്ന ഒരു കുഞ്ഞു കുടുംബമാണ് ഞങ്ങളുടേത്. പിന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചത് ഡാൻസിനെ കുറിച്ചാണ്. ഞാൻ ഡാൻസ് എപ്പോഴാണ് പഠിക്കാൻ തുടങ്ങിയെന്നൊക്കെ. ഇവിടെ ഡാൻസ് ഞാൻ ഭയങ്കര കുഞ്ഞാകുമ്പോൾ പഠിക്കാൻ തുടങ്ങിയതാണ്. ഏതാണ്ട് 3-4 വയസ്സ് തൊട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്. അരങ്ങേറ്റം 4th സ്റ്റാൻഡേർഡിനായിരുന്നു. അതിനു മുന്നേ ഞാൻ ഫോക്കൊക്കെ സ്റ്റേജിൽ കളിക്കായിരുന്നു, പ്രോഗ്രാമിനൊക്കെ. പക്ഷെ ഭരതനാട്യം കുച്ചിപ്പുടിയിലേക്കൊക്കെ വന്നത് അരങ്ങേറ്റത്തിന് ശേഷമാണ്. പിന്നെ ഏറ്റവും ഇഷ്ടം ഭരതനാട്യം കുച്ചിപ്പുടിയാണ്. മോഹിനിയാട്ടം ഇഷ്ടമല്ല എന്നല്ല, ഭരതനാട്യം കുച്ചിപ്പുടിയും കളിച്ച് ശരീരം അങ്ങനെ വഴങ്ങിപ്പോയി. അപ്പൊ പെട്ടെന്ന് മോഹിനിയാട്ടത്തിലേക്ക് പോകുമ്പോൾ ഒരു ഭരതനാട്യം ടച്ചാണ്. ഡാൻസ് ക്ലാസ് പോയിട്ട് മോഹിനിയാട്ടത്തിന്റെ അടവിന്റെ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് മിസ് പറയും, ഗോപിക ഭരതനാട്യം ഒന്ന് വിടുവോ? എനിക്ക് കുറെയൊക്കെ സമയം ഞാൻ പോയി മോഹിനിയാട്ടത്തിന്റെ സ്റ്റെപ്പിന്റെ ക്ലാസ്സിൽ. പിന്നെ എനിക്ക് തോന്നി അതെനിക്ക് പറ്റുന്നതല്ല. പക്ഷെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഞാൻ ഭരതനാട്യം കുച്ചിപ്പുടിയും കളിക്കുന്നതാണ്. പൊതുവെ എന്റെ പാരന്റ്സിനും ഇഷ്ടം അത് തന്നെയാണ്. പല സമയങ്ങളിലായിട്ട് ഡാൻസിന് ബ്രേക്ക് വന്നിട്ടുണ്ട്. ചിലതൊക്കെ എന്റെ ഹെൽത്ത് ഇഷ്യൂ, പിന്നെ പറയുമ്പോൾ ഈ സ്റ്റഡീസിന്റെ കാര്യം, അതായത് SLC +2 ആ സമയത്തൊക്കെ ബ്രേക്ക് വീണിട്ടുണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് കുറേ സമയമായിട്ട് ഞാൻ ഡാൻസ് ക്ലാസ് പോകാറില്ല. വേറെ ഒന്നുമല്ല, ഇനി ഒന്ന് സെറ്റിലൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുള്ളൂ എന്ന് വീട്ടുകാർക്ക് നിർബന്ധമുണ്ട്. പ്രോഗ്രാം ചെയ്യാറുണ്ട്, പക്ഷേ ഡാൻസ് ക്ലാസ്സിന് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകാറില്ല. അല്ലെങ്കിൽ ഒരു മൺഡേ ടു സൺഡേ നമ്മൾ ഡെയിലി പോവായിരുന്നു. ഇപ്പൊ അത് നടക്കാറില്ല. പിന്നെ ഒന്നാമത് ഞാൻ ഇവിടെ അല്ലല്ലോ, തൃശ്ശൂരല്ലേ പഠിക്കുന്നത്. അപ്പൊ ബുദ്ധിമുട്ടാണ് അങ്ങനെ പോയി വരുന്നത്. എന്റെ മുഖം മൈൻഡ് ചെയ്യരുത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് വന്നിരുന്ന് ചെയ്യാനുള്ള ഒരു മടി കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇത്രയും ലാഗായത്. എനിവേസ്, അടുത്ത ക്വസ്റ്റ്യൻ, വിമൻസ് കോളേജ്. ഇതെന്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഈവൻ എന്റെ പഴയ ഫ്രണ്ട്സ് വരെ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഗോപി എന്തിനാ ഈ വിമൻസ് കോളേജ് പോയത്? എടാ, സത്യം പറഞ്ഞാൽ വിമൻസ് കോളേജ് പഠിക്കാത്തവരാണെങ്കിൽ വിമൻസ് കോളേജ് സെലക്ട് ചെയ്യണം. കാരണം അത്ര അടിപൊളി എക്സ്പീരിയൻസാ. ഞാൻ ഇതുവരെ പഠിച്ചത് ഫുൾ മിക്സ്ഡ് ആയിരുന്നു. ഞാൻ തുടക്കത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു വിമൻസ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ സുഖം ഉണ്ടാവില്ല എന്നൊക്കെ. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ ലൈഫിൽ എടുത്തതിലെ ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു സെന്റ് ജോസഫ് വിമൻസ് കോളേജ് എന്ന് ഞാൻ പറയും. വേറെ പല റീസൺ കൊണ്ട് എത്തിപ്പെട്ട ഒരു കോളേജാണ്. അലോട്ട്മെന്റിന്റെ ലാഗ്, പിന്നെ ഞാൻ ഇയർ ബാക്ക് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ഒക്കെ കഴിഞ്ഞ ശേഷമാണല്ലോ ഡിഗ്രിയിലേക്ക് വരുന്നത്. അപ്പൊ ഉറപ്പായിട്ട് അലോട്ട്മെന്റിൽ ഇനിയിപ്പോ നല്ല ബാക്കിലോട്ട് അങ്ങനെ പല ടെൻഷനിൽ നിൽക്കുന്ന സമയത്താണ് എനിക്ക് സെന്റ് ജോസഫിന്ന് വിളി വരുന്നത്. ആൻഡ് അങ്ങനെ പോയി ഞാൻ എടുത്തതാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കുറെ വർഷം വീട്ടിൽ ഇങ്ങനെ പഠിക്കാണ്ടിരിക്കാന്ന് പറയുന്നത് ഓക്കെ, മടിയുണ്ട്, ഇല്ലാന്നേ പറയില്ല. പക്ഷെ അങ്ങനെ കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെ പോവാം. പക്ഷെ ഒരു പരിധി കഴിഞ്ഞ് നമുക്ക് വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കാന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ സമയത്താണെങ്കിൽ സെന്റ് ജോസഫിന്ന് കോൾ വരുന്നത്. ഞാൻ ലൈഫിൽ എടുത്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് സെന്റ് ജോസഫ് വിമൻസ് കോളേജ് ആണ്. കാരണം ഞാൻ ആദ്യം പഠിച്ചത്, ഇതിന് തൊട്ട് മുന്നേ പഠിച്ചത് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. സത്യം പറഞ്ഞ സെൻട്രൽ ജയിൽ ജീവിതം എനിക്ക് അവിടെ കിട്ടിയത് ഞാൻ ഒരിക്കലും മറക്കാത്ത കുറെ എക്സ്പീരിയൻസാണ് എനിക്ക് അവിടെ ആ ഒരു കോളേജിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ കോളേജിന്റെ പേര് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അത്രയും എന്റെ ലൈഫിൽ ഏറ്റവും വേർത്ത് കോളേജ് ആയിരുന്നു അത്. അത്രയും ട്രോമാസും സ്ട്രെസ്സും എല്ലാം തരുന്ന ഒരു കോളേജ് വേറെ എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും അവിടുത്തെ ട്യൂട്ടേഴ്സ് പലരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട്. അതൊരിക്കലും ഞാൻ മറക്കുമല്ല. അവരുടെ അടുത്ത് ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. അതിനേക്കാൾ 10 ഇരട്ടി ഞാൻ പഠിച്ചിരുന്ന ഈ ഒരു ജേർണിയില് ഏറ്റവും ബെസ്റ്റ് കോളേജ് സെന്റ് ജോസഫ് ആണ്.
എടാ എന്തുകൊണ്ടാ വിമൻസ് കോളേജ് ഇത്ര മോശമാണെന്ന് ആൾക്കാർ ചിന്തിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഇതേപോലെ ഈ സ്നേക്സ്, ഞാൻ സീരിയസ്ലി ഒരു സ്നേക്സ് അങ്ങനത്തെ ഒരു സംഭവമേ എന്റെ കോളേജിൽ ഞാൻ കണ്ടിട്ടില്ല. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എന്റെ വേഴ്സ്റ്റിൽ എന്നെ പിടിച്ചു നിർത്തുന്ന, ഈവൻ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ പോലും ഇല്ലാത്ത കുറെ പിള്ളേർ എന്റെ ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ എങ്ങനെ ഫ്രണ്ട്സ് ആയെന്ന് പോലും എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. എപ്പോ വിളിച്ചു കഴിഞ്ഞാലും എടാ ഓക്കെ അല്ലേ, അല്ലെങ്കിൽ ഒരു ദിവസം ഇൻസ്റ്റാഗ്രാം ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോള് ഒരാളെങ്കിലും എന്നെ വിളിക്കും. ഗേൾസ് ഗേൾ ആണ് ഞാൻ. അതേപോലത്തെ ഒരുപാട് ഗേൾസ് പഠിക്കുന്ന കോളേജാണ് സെന്റ് ജോസഫ്. നമ്മുടെ അക്കാഡമിക്സിന്റെ കാര്യത്തിലായിക്കോട്ടെ, നമ്മള് ആർട്സ്, സ്പോർട്സ് എല്ലാത്തിനും നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ഒരു ബെറ്റർ വേർഷൻ എന്താണ് ആ കോളേജും ആ കോളേജിലുള്ള ടീച്ചേഴ്സ് നമുക്ക് കാണിച്ചു. ഇവൻ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ വരെ നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാം. നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ പോലെയാണ് അവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ. അതുകൊണ്ട് വൈ വിമൻസ് കോളേജ്, അല്ലെങ്കിൽ എന്തിനാണ് വിമൻസ് കോളേജ് എടുത്ത് ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, വിമൻസ് കോളേജ് എത്രയോ ബെറ്റർ ആണ് നിങ്ങളുടെ ഈ മിക്സ്ഡ് കോളേജിനേക്കാളെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആഹ് ഞാൻ ഞാനൊരു PG ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഏത് കോളേജിൽ പോയി ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ വിമൻസ് കോളേജ് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇമാജിൻ ചെയ്തതേ അല്ല അവിടുന്ന് എനിക്ക് ആ കോളേജിൽ നിന്ന് കിട്ടിയത്. പിന്നെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഹോസ്റ്റൽ ലൈഫ് കുറച്ച് സീനായിരുന്നു. ആഹ് നല്ല നല്ല സ്ട്രിക്റ്റ് ആണ് അവിടെ. പിന്നെ ഞാൻ അതിൽ നിന്നും വലിയൊരു സെൻട്രൽ ജയിലിൽ നിന്ന് പരോളിന് ഇറങ്ങിയതായതുകൊണ്ട് എനിക്ക് അവിടുത്തെ ലൈഫ് ഓക്കെ ആയിരുന്നു. കാരണം ഞാൻ പാരാമെഡിക്കൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് അതിലും സീനായിരുന്നു. അതുകൊണ്ട് സെന്റ് ജോസഫില് ഇതൊന്നും വലിയ സീനില്ലായിരുന്നു. ഇപ്പൊ സെന്റ് ജോസഫിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ നിർത്താണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ വിമൻസ് കോളേജ് എടുത്തു എന്നുള്ളതിന്റെ ഒരു റിഗ്രറ്റ്സ് എനിക്കില്ല. ക്വസ്റ്റ്യൻ ഓക്കെ, എന്റെ കരിയറിനെ കുറിച്ചാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് കഴിഞ്ഞതാണ്. ഇപ്പൊ BSc കെമിസ്ട്രി ആണ്. ഒന്നെങ്കിൽ ഈ ഒരു ഹെൽത്ത് ഫീൽഡ് മെഡിക്കൽ ഫീൽഡായിട്ട് പോകും, അല്ലെങ്കിൽ കെമിസ്ട്രി ഫീൽഡായിട്ട് പോകും. അത് കെമിസ്ട്രി എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഗ്രാജുവേഷൻ കഴിയാതെ എനിക്ക് അതിലൊരു ഡെസിഷൻ എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ പിന്നെ ചെയ്യാം. അടുത്തത് എന്റെ ഫേവറേറ്റ് ബുക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ഫേവറേറ്റ് ബുക്ക് ഇപ്പൊ ഞാൻ വായിച്ചത് വെച്ച് എന്റെ ഫേവറേറ്റ് ബുക്ക് എന്ന് പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറയുന്ന ബുക്കാണ്. നല്ല ബുക്കാണ്. അത്യാവശ്യം ഓവർ തിങ്ക് ഒക്കെ ചെയ്യുന്ന, ഞാൻ ഓവർ തിങ്ക് ചെയ്യാറുണ്ട്, നല്ല രീതിക്ക് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. എന്നെപ്പോലെ നന്നായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു പുസ്തകം നല്ലതായിരിക്കും, ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. പറ്റുകയാണെങ്കിൽ വായിക്കണം. പിന്നെ ഗവൺമെന്റ് ജോബ് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. മീൻസ് ഗവൺമെന്റ് ജോബ് തന്നെ വേണമെന്നൊന്നുമില്ലല്ലോ ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ. പല മാർഗങ്ങളുണ്ടല്ലോ, പല നല്ല മാർഗങ്ങളുണ്ടല്ലോ. അപ്പോ അതിലേതെങ്കിലും നോക്കാം, സമയമുണ്ടല്ലോ. ഞാൻ അങ്ങനെ ഗവൺമെന്റ് ജോബ് കണ്ടിട്ട് അങ്ങനെ ഈ ഒരു കോഴ്സ് എടുത്തോന്നല്ല കേട്ടോടാ. സത്യം പറഞ്ഞാൽ എനിക്ക് മെഡിക്കൽ ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ BSc നഴ്സിംഗ് ആയിരുന്നു എന്റെ താല്പര്യമെങ്കിൽ അന്ന് കറങ്ങി തിരിഞ്ഞ് ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിൽ എത്തിയതാണ്. എനിവേസ് ആ ഡിസിഷനിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. എനിക്ക് ഓക്കെയാണ് ആ ഒരു ഫീൽഡ്. ഞാൻ ഇതുവരെ പഠിച്ചത് വെച്ച് വലിയ കുഴപ്പമില്ല. ആകെ ഒരു പ്രശ്നം വേക്കൻസി കുറവാണ്. ആ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഐ മീൻ ഈ ഒരു കോഴ്സ് എടുത്തത് ഒരിക്കലും ഗവൺമെന്റ് ജോബിന് വേണ്ടിയിട്ടൊന്നുമല്ല. നമുക്ക് നോക്കാം, എന്താന്ന് അറിയില്ലല്ലോ. ഇപ്പോഴും തീരുമാനിച്ചില്ല എനിക്ക് ഗവൺമെന്റ് ജോബ് വേണം, അല്ലെങ്കിൽ ഞാൻ കിട്ടുന്ന എനിക്ക് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ വേണം എന്നൊന്നും എനിക്ക് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അതൊക്കെ വരുന്ന വഴിക്ക് നടക്കട്ടെ, അത്രേ ഉള്ളൂ. പിന്നെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. സീരിയസ്ലി എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല, റിലേഷൻഷിപ്പ് ഇല്ലടാ. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ യൂട്യൂബ് ആണ്, എന്നെ അറിയുന്ന ആൾക്കാർ കാണും എന്നൊരു പേടി കൊണ്ട് ഞാൻ സത്യം മറച്ചു വെക്കുക അങ്ങനെയൊന്നും അല്ല കേട്ടോ. സീരിയസ്ലി ആടാ, എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല. എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് പറയാനുള്ള സ്വാതന്ത്ര്യം തരുന്ന വീട്ടുകാരാണ് എന്റെ അച്ഛനും അമ്മയും. പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് അറിയാതെ. എന്തുകൊണ്ട് റിലേഷൻഷിപ്പിൽ പോകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം. പിന്നെ ചുറ്റിലും നടക്കുന്നതും ഹോസ്റ്റൽ ലൈഫ് വെച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സാഹചര്യത്തിൽ റിലേഷൻഷിപ്പ് നമുക്ക് നല്ലതല്ല എന്നാണ്. ഈ ജോലിയൊക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, അറിയില്ല. ഇപ്പോഴും ഞാൻ പറയുന്നില്ല എന്റെ ലവ് മാരേജ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു 99% എന്റേത് അറേഞ്ച് മാരേജ് തന്നെയായിരിക്കും എന്നാണ്. പിന്നെ കുക്കിങ്ങിന്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. കുക്കിംഗ് അറിയാമോ? കുക്കിംഗ് അറിയില്ലടാ. ഭയങ്കര കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. ഒന്നാമത് അമ്മ അങ്ങനെ കുക്കിംഗ് ഒന്നും ചെയ്യിപ്പിക്കുന്ന ഒരാളല്ലായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു വെക്കേഷനാണ് നല്ലോണം കുക്കിംഗ് ചെയ്ത് പഠിച്ചു തുടങ്ങിയത്. ആദ്യം തീരെ ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഓക്കെ ആണെടാ. എനിക്ക് തോന്നുന്നു കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആണ്. നമ്മൾ ഈ സ്റ്റഡീസിന്റെ കൂടെ തന്നെ ഈ വീട്ടുപണിയൊക്കെ എടുത്ത്, ഐ മീൻ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് വെറുപ്പാവും. പക്ഷെ വെക്കേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവും.
കാരണം വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പം വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെർട്ട് അല്ല, കുഴപ്പമില്ല. അങ്ങനെ കറണ്ട് ക്രഷറാണ്. കറണ്ട് ക്രഷ് ഇല്ല, കാരണം ഞാൻ വിമൻസ് കോളേജാണ് പഠിക്കുന്നത്. എനിക്ക് എങ്ങനെ ക്രഷ് ഉണ്ടാവാനാ? പക്ഷെ എനിക്ക് ക്രഷൊക്കെ തോന്നിയിട്ടുണ്ടടാ. ഞാനും നമ്മളൊക്കെ ഹ്യൂമൻസ് ആണ്, നമുക്ക് ഫീലിങ്സ് ഉണ്ട്, ക്രഷൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ക്രഷൊന്നുമില്ല കേട്ടോ, കാരണം ഞാൻ വിമൻസ് കോളേജല്ലേ പഠിക്കുന്നത്. അവിടെ എനിക്ക് ക്രഷാണ് മെയിനായിട്ട് വന്ന ക്വസ്റ്റ്യൻസ്. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്തത് എക്സാം വരുന്നതുകൊണ്ടാണ്. ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും ഇൻസ്റ്റ ഞാൻ തുറക്കില്ല. ഞാനാണെങ്കിൽ ഇത് ഞാൻ അങ്ങനെ ഇൻസ്റ്റാഗ്രാം വെച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. അപ്പോൾ നമ്മളെ മനസ്സിലാക്കിയ ഒരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കുമല്ലോ നല്ലത്. അതുകൊണ്ട് ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്തത്. അപ്പൊ എനിക്ക് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് എന്റെ മനസ്സിൽ ഉള്ളൊരു വിശ്വാസം. അപ്പൊ ആ വിശ്വാസത്തിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നതായിരിക്കും നല്ലത്. ഇനി വീഡിയോസ് എന്താ, ഡാൻസിന്റെ വീഡിയോസ് ഇടാത്തത് എന്താന്ന് ചോദിക്കുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത്. എടാ, ഒന്നാമത് എനിക്ക് വീഡിയോ എടുത്തു തരാൻ ഒരാളില്ല. എൻ്റെ അടുത്ത് ട്രൈപോഡ് സ്റ്റാൻഡ് ഇല്ല. എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. മെനക്കെടാൻ ബുദ്ധിമുട്ടാണെന്നല്ലോടെ ഞാൻ പറയണേ. ഒന്നാമത് എടുത്തു തരാൻ ആളില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. എടുത്തു തരുന്ന ആള് എന്റെ ബ്രദറാണ്. അവ ഇവിടെ ഇല്ല, അവൻ ഇന്റേൺഷിപ്പിന് പോയതാണ്. അപ്പോൾ എനിക്ക് വേറെ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. 1-2 പ്രാവശ്യം നമ്മളൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു കുഴപ്പമില്ല. പക്ഷെ ഡെയിലി നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി നമ്മളൊരാളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അത് അവർക്കും കൂടി ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. പിന്നെ എനിക്ക് എന്റെ പൈസക്ക് ഓരോന്ന് വാങ്ങിക്കാനും ഇതാക്കാനൊക്കെ ഇഷ്ടം. അല്ലാതെ വീട്ടുകാരുടെ പൈസക്ക് ഞാൻ ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ കൂടി അത് കുറച്ച് എത്തുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. അല്ലാതെ എനിക്ക് വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ചൊരു ഇതിനായിട്ടൊരു പൈസ ഇടിപ്പിക്കാൻ തീരെ താല്പര്യമില്ല. നമ്മൾ ഓൾറെഡി നമ്മളെ പല കാര്യങ്ങൾക്കും വേണ്ടി അവര് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ സമയമുണ്ടല്ലോ, അതിനനുസരിച്ച് എനിക്ക് പയ്യെ പയ്യെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്കറിയില്ല കേട്ടോ, ഈ യൂട്യൂബ് ചാനൽ ഞാൻ എത്ര കാലം എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് സീരിയസ്ലി യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഭയങ്കര ഇഷ്ടമാണ് കൊണ്ടു നടക്കാനായിട്ട്. നോക്കാം. പിന്നെ സ്ഥിരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അതിപ്പോ യൂട്യൂബിൽ എനിക്ക് അറിയാത്ത ആൾക്കാരാണെങ്കിലും അറിയുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവരുടെ അടുത്തും താങ്ക് യു സോ മച്ച്. ഞാൻ സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ജോലിയായിട്ട് ഒരു ഫോൺ വാങ്ങിയിട്ട് എൻ്റെ അടുത്ത് പൈസയായിട്ട് എന്റെ സ്വന്തം കാലിൽ നിന്നിട്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നീ യൂട്യൂബ് ചാനൽ തുടങ്ങുക, നിനക്ക് പറ്റും, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്ത എന്റെ ഫ്രണ്ട്സ്, എന്റെ ഫാമിലി, പിന്നെ ഇപ്പോ എനിക്കറിയാത്ത കുറച്ച് പേര് ഉണ്ട് എന്റെ യൂട്യൂബില്. കുറച്ച് പേരാണെങ്കിൽ ആ കുറച്ച് പേരുടെ അടുത്ത് എപ്പോഴും നിങ്ങളുടെ അടുത്ത് താങ്ക്ഫുൾ ആയിരിക്കും. സ്ഥിരമായിട്ട് കമന്റ് ഇടുന്ന 1-2 പേരുണ്ട്. ഞാൻ കാണുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. എപ്പോഴെങ്കിലും ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവസരം കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്റെ ലൈവൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എനിക്ക് ഇങ്ങനെ കുറെ സംസാരിക്കാൻ ഭയങ്കര മടിയാട്ടോ. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. ഞാൻ അവിടുന്ന് ഇവിടെ വരെ എത്തിയത് എങ്ങനെയാന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്ന ആ ഒരു മടി എനിക്കിപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യാനും ഇതൊന്നും സംസാരിച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യാത്തെ. ഇനി പറ്റുന്നത് ഞാൻ ചെയ്യാൻ നോക്കാം. യൂട്യൂബ് ചാനലിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്റെ അപ്ഡേറ്റ്സിന് വെയിറ്റ് ചെയ്യുന്ന ഒരു 2 പേരെങ്കിലും ഉണ്ടാവും എന്തായാലും. ആ 2 പേരുടെ അടുത്താണ് ഈ 2 പേരുടെ അടുത്ത് താങ്ക് യു സോ മച്ച്. കണ്ടിന്യൂസ് ആയിട്ട് ആക്റ്റീവ് ആവണം എന്നാണ് ആഗ്രഹം. ഉറപ്പായിട്ടും ആക്റ്റീവ് ആവും. കുറച്ച് സമയം എടുക്കുന്നു. ബൈ.